അവര് പല കല്യാണങ്ങളും പല സ്ഥലത്താണ് അവർ കഴിക്കുന്നതെങ്കിലും അത് ഫിസിക്കലി എല്ലാ സ്ഥലത്തും പ്രസന്റ് ആവാൻ പറ്റില്ലെങ്കിൽ ഇമോഷണലി എപ്പോഴും അവൈലബിൾ ആയിരിക്കും അങ്ങനത്തെ ആളുകൾ. അതായത് ഒപ്പമുള്ള പാർട്ട്ണറിന് അവരുടെ ഒരു മീറ്ററിനനുസരിച്ച് അവർ അവൈലബിൾ ആയിരിക്കും എന്നുള്ളത്. അതായത് ദേഷ്യക്കാരൻ്റെ അടുത്താണെങ്കിൽ കുറച്ച് സോഫ്റ്റ് ആയിട്ട് ഒരാളോടുണ്ടെങ്കിൽ അയാളെ കുറച്ച് കമാൻഡ് ചെയ്യുന്ന രീതിയിൽ ഇവരിങ്ങനെ ക്യാരക്ടർ ട്രാൻസ്ഫോം ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ അതൊരു കോൺ ആർട്ടിസ്റ്റ് ചെയ്യാന്നുള്ള രീതിയിലാണ് കേട്ടിട്ടുള്ളത്. ഈ ക്യാരക്ടർ അങ്ങനെ ഒരു മീറ്റർ ഉണ്ടോ? ഈ ക്യാരക്ടർ എന്ന് പറയുന്നത് പലർക്കും പല മെത്തേഡുകളാണ്. ഇത് ബേസിക്കലി കല്യാണം കഴിക്കുക, കല്യാണം കഴിയുന്നത് വരെ കൂടെ നിൽക്കുക, കല്യാണം കഴിയുന്നതിന് കഴിഞ്ഞ് പോവുക എന്ന് പറയുന്ന പോലെ ആണ്. അതിലേക്കുള്ള ട്രാക്കിൽ ഉണ്ട്. പക്ഷേ ചില കേസസിൽ കല്യാണം കഴിച്ചിട്ട് കുറച്ച് ദിവസമൊക്കെ നിന്നിട്ട് പോകുന്ന ആൾക്കാരുണ്ട്, മാസങ്ങളിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പലർക്കും പല റെഫറൻസ് ആണെന്ന് തോന്നുന്നു, പലർക്കും പല കേസ് സ്റ്റഡി ആണെന്ന് തോന്നുന്നു. പക്ഷെ ഇതിലിപ്പോ കല്യാണം കഴിയുന്നത് വരെയുള്ള സമയമാണ്. അതിൽ ഈ പറയുന്ന പോലെ പലതരത്തിലുള്ള ഇമോഷൻസിലൂടെ പലതരം ആൾക്കാരെ ഡീൽ ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ പലതരത്തിൽ ഫോൺ ചെയ്യാന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്തപ്പോഴേ സ്നേഹം